യേശുക്രിസ്തുവിനാൽ രൂപാന്തരീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ ഒരു ഉയർന്ന മലയിലേക്ക് കയറി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം രൂപാന്തരീകരണം നടത്തുന്നു. കത്തോലിക്ക തിരുസഭ ഇന്ന് രൂപാന്തരീകരണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും രൂപാന്തരീകരണ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. രൂപാന്തരീകരണം എന്നത് ത്രിത്വത്തിലുള്ള രണ്ടാമത്തെ ആളായ പുത്രൻ്റെ മഹനീയമായ മഹത്വീകരണ സത്യമാണ്, അഥവാ നിത്യ മഹത്വത്തിൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ രൂപാന്തരീകരണം ക്രിസ്തുവിൻ്റെ ഭാവിയിലുള്ള ഉത്ഥാനത്തെയും മഹത്വത്തെയും മുന്നോടിയായി ശിഷ്യന്മാരുടെ മുന്നിൽ വച്ച് ക്രിസ്തു വിളിച്ചോതുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള സമൂലമായ ഒരു വ്യത്യാസം, ഇതാണ് രൂപാന്തരീകരണം. നീ രൂപാന്തരീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ അത്യുംഗ ശൃംഗത്തിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് നീ ഇറങ്ങി നടക്കേണ്ടതുണ്ട്. അവിടെ ക്രിസ്തുവിൻ്റെ തിരസ്കരണ സത്യങ്ങളിലൂടെ നീ യാത്ര ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശെടുത്ത് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങേണ്ടതുണ്ട്. അവനോടൊപ്പം ക്രൂശിക്കപ്പെടേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയതയും മിശിഹായാകുന്ന രക്ഷകൻ്റെ ഏറ്റവും വലിയ മഹത്വവും വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉണർത്തുപാട്ടുമായി രൂപാന്തരീകരണം നിലകൊള്ളുന്നു. ക്രിസ്തുനാഥൻ മഹത്വീകരിക്കപ്പെടുവാൻ, രൂപാന്തരീകരിക്കപ്പെടുവാൻ നീ നിന്നെ തന്നെ തിരസ്കരണത്തിന് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. കാരണം അപ്രകാരം തിരസ്കരണത്തിൻ്റെ മധ്യത്തിലൂടെ, സമ്പൂർണതയിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിലൂടെ രൂപാന്തരീകരിക്കപ്പെടുന്നത്. ഒരു പ്രഭാതത്തിൽ പ്രപഞ്ച സൗന്ദര്യം തുളുമ്പി നിന്നിരുന്ന ഒരു പട്ടണം ഒരു ഉരുൾപൊട്ടലിലൂടെ മണ്ണിട്ട് മൂടപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് ദുഃഖമരുഭൂമിയായി മാറിയതിൻ്റെ പകച്ചു നിൽക്കുന്ന ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ രൂപാന്തരീകരണ തിരുനാളിന് വലിയ അർത്ഥമുണ്ട്. നീ ക്രിസ്തുവിൽ രൂപാന്തരീകരിക്കപ്പെടുവാൻ ഒരിക്കലും ഇനിയും കാത്തു നിൽക്കേണ്ട വ്യക്തിയല്ല. രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ കാത്തുനിൽപ്പില്ലാതെ അനുനിമിഷം അതേ ആമേൻ എന്ന് ചൊല്ലിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുന്നതാണ്. നിന്റെ ദുഃഖം എത്ര ആഴമുള്ളതാണോ, അഥവാ നിന്റെ വേദന എത്ര വലുതാണോ, അത്ര കണ്ട് രൂപാന്തരീകരണത്തിന് സാധ്യത നിന്നിലുണ്ട് എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രൂപാന്തരീകരണം എന്നത് ശരീരത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ച് ആത്മാവിൻ്റെ യാത്രയിലേക്ക് പ്രവേശിക്കുന്നതാണ്. നാം അതിന് പറയുന്ന പേര് മരണം എന്നു തന്നെയാണ്. മരണം നമ്മെ വേദനിപ്പിക്കുന്നത് പോലെ തന്നെ രൂപാന്തരീകരണം തത്തുല്യമായ വേദന നമ്മിൽ ഉണർത്തുന്ന സത്യമാണ്. 3 സത്യങ്ങൾ ഈ രൂപാന്തരീകരണ തിരുനാളിൽ നമുക്ക് വായിച്ചെടുക്കുവാനാകും. 1. പീഡാനുഭവ പ്രവചനത്തിൽ മനം നൊന്ത് വേദനിച്ചിരുന്ന തൻ്റെ പ്രിയ അപ്പോസ്തലന്മാരെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വെച്ച് രൂപാന്തരീകരിക്കപ്പെടുന്നു. ക്രിസ്തുനാഥൻ പീഡകൾ അനുഭവിക്കും, മരിക്കും എന്ന ക്രിസ്തു പീഡയുടെ പ്രവചനം കേട്ട് ശിഷ്യന്മാരിൽ ഇടർച്ച ഉണ്ടാകുന്നു. ആ ഇടർച്ചയെ അതിജീവിക്കുവാൻ ക്രിസ്തു രൂപാന്തരീകരണം കൊണ്ട് അവരുടെ ആത്മീയ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നതാണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ 1-ാം സത്യം. 2. രൂപാന്തരീകരണം എന്നത് ക്രിസ്തു ജ്ഞാനത്തിൻ്റെ സമ്പൂർണതയാണ്. രൂപാന്തരീകരണത്തിൽ ക്രിസ്തു യോർദാനിൽ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന് ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ വീണ്ടും അതിന് സമ്പൂർണത കൈവരിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന സ്വർഗം തുറന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണത്. രൂപാന്തരീകരണത്തിൻ്റെ 3-ാം ചിന്ത 6 ദിവസം കഴിഞ്ഞ് യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോയി എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശ 6 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം 7-ാം ദിവസം പിതാവായ ദൈവത്തെ കണ്ടുമുട്ടിയതുപോലെ ഉള്ള ആത്മീയ സത്യമാണ് ഇവിടെ. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 15 മുതൽ 18 വരെ.
തത്തുല്യമായി തന്നെ ഏലിയായിക്കും ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-18. പ്രിയമുള്ളവരെ, രൂപാന്തരീകരണം എന്നത് ഒരു സമൂലമായ മാറ്റമാണ്. മെറ്റമോർഫോത്തെ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ സുവിശേഷത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. സമ്പൂർണമായ രൂപമാറ്റം. ഈ രൂപാന്തരീകരണ തിരുനാളിൽ നമുക്ക് അതുകൊണ്ട് സമൂലമായ സമ്പൂർണമായ ഒരു മാറ്റത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിൻമുഖം, പരനേ, നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിൻമുഖം, പരനേ, നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും
ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ.